എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സ്പിരിറ്റ് ഹണ്ടിങ് ഷോ നടത്തുന്ന പ്രോഗ്രാമാണ്. അത് നടത്തുന്നത് കാരക്കുറ സിറ്റിയിലാണ്. നമ്മുടെ ഹീറോയും അവന്റെ ഫാമിലിയും അവന്റെ ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു ഷോ കാണാനായിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഹണ്ടിങ്ങിന് വേണ്ടി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വലിയ ഹോസ്പിറ്റലാണ്. അവരുടെ പ്രധാനപ്പെട്ട ആ ഷോയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ദ മെയിൻ സ്പിരിറ്റ് ഹണ്ടറെ അവരവിടെ ക്ഷണിക്കുകയാണ്. അടുത്ത നിമിഷം ഒരു ഹെലികോപ്റ്ററിൽ ആ മെയിൻ സ്പിരിറ്റ് ഹണ്ടർ താഴേക്ക് ജമ്പ് ചെയ്ത് വരും. അവിടെ ടൈറ്റിലിട്ട് ആ ഒരു ഷോ അത് ആരംഭിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സ്കൂളില് റിഹിബയാണെങ്കിൽ ആ ഷോ ഒക്കെ കണ്ട് മെയിൻ സ്പിരിറ്റ് ഹണ്ടറിന്റെ ആക്ഷനൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവൾ ആ ആക്ഷൻ ഇടുന്നൊന്നും ഒട്ടും ഇഷ്ടാവില്ല. ഹീറോയ്ക്ക് ആ ഒരു സോൾ ഹണ്ടറിനെ തീരെ ഇഷ്ടമല്ല. അത് മനസ്സിലാക്കിയ ടാക്സിമി ആണെങ്കിൽ ഇപ്പൊ അവളെ അവിടുന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോവാണ്. ഹീറോ അതിനുശേഷം അവന്റെ ക്ലാസ്സിലേക്ക് വരും. ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ സോൾ ഹണ്ടറിന്റെ ആക്ഷനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഹീറോയെ വെറുപ്പിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. അപ്പോഴായിരിക്കും റുക്കിയയും ഹീറോയുടെ ഒരു ഫ്രണ്ടും അവർ രണ്ടുപേരും ഒരു ഷോ അത് കാണാൻ പോകാനായിട്ട് ഹീറോയെ നിർബന്ധിക്കുക. ആദ്യം ഹീറോ പറ്റില്ല എന്ന് പറയുമെങ്കിലും വേറെ വഴിയില്ലാതെ ഹീറോയും ഇപ്പൊ അവിടേക്ക് വരും. ആ ഷോയില് ആ മെയിൻ സോൾ ഹണ്ടർ ആളാണെങ്കിൽ ആളുടെ ആക്ഷനൊക്കെ ഇട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ആ സമയം ഒറീബ ആളാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനോട് സോറി പറയാണ്. ഐ എം സോറി, നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ ഇന്നലെ ചെയ്തത്. നിനക്ക് തീരെ താല്പര്യമില്ലായിട്ടും നീ എന്തുകൊണ്ടാണ് ഈ ഒരു ഷോ കാണാൻ വീണ്ടും ഇവിടേക്ക് എത്തിയത്? അതിന് ഹീറോ പറയും, എന്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സോ അവരുടെ സമാധാനത്തിനാണ് അവരോടൊപ്പം ഞാനും ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അല്പസമയം കഴിയുമ്പോൾ റൂഖിയാണെങ്കിൽ ഹീറോയെ വിളിക്കുകയാണ്. ഹീറോ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവളും അതേ ആക്ഷനൊക്കെ ഇട്ട് കാണിച്ച് ഹീറോയെ വെറുപ്പിക്കും. റുഖിയാണെങ്കിൽ അത് കണ്ട് കൂടുതൽ ടെൻസ്ഡ് ആവും. അതിന് റുഖിയ അവനെ സമാധാനിപ്പിക്കും. നീ എന്തിനാ വെറുതെ ഇത്തരം ചെറിയ കാര്യത്തിൽ ട്രിഗേർഡ് ആവുന്നേ? എനിക്കറിയാം സോൾ റീപ്പറിന്റെ ജോലിയും സ്കൂളിലെ നിന്റെ പ്രഷറും എല്ലാം കൊണ്ടും നീ പാകം സ്ട്രെസ്ഡ് ആണ്. നിന്റെ സ്ട്രെസ് മാറ്റാനാണ് നിന്നെ ഞാൻ നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നിന്റെ സ്ട്രെസ് അത് കൂടുകയാണ്. സത്യത്തിൽ ഈ ഷോ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? അതിന് ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, സത്യത്തിൽ ഈ ഷോ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഇതുപോലെ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് സോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ സോൾ റീപ്പേഴ്സ് നേരത്തെ തന്നെ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കില്ലേ? അതിനവള് പറയും, സോൾ റീപ്പേഴ്സിന് എല്ലാ സോളുകളെയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഒരു പറ്റം സോളുകൾ ഒരുമിച്ചൊരു ഭാഗത്ത് കഴിയുന്നതിന് ജുബ സോൾസ് എന്നാണ് പറയുക. അവറ്റകളെ കണ്ടെത്താനും സോൾ സൊസൈറ്റിയിലേക്ക് അയക്കാനും വളരെ എളുപ്പമല്ല. അങ്ങനെയുള്ള സ്പിരിറ്റുകളെ കണ്ടെത്താനും അവറ്റകളെ സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാനും ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ. ഹ്യൂമൻസ് ആ സ്പിരിറ്റുകളുടെ താവളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. എങ്കിൽ മാത്രമേ അവറ്റകൾ പുറത്തേക്ക് വരൂ. അടുത്ത നിമിഷം ആ സോൾ ഹണ്ടേഴ്സ് അവരാണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് കയറും. അല്പനേരം കഴിയുമ്പോൾ തന്നെ ഒരുപാട് നിലവിളിയൊക്കെ പുറത്തേക്ക് കേൾക്കുകയാണ്. അതിന് റുക്കിയ പറയും, അത് ഒരു ജുവാക്കോ സ്പിരിറ്റാണ്. ഈ ജുവാക്കോ സ്പിരിറ്റിന് ഹ്യൂമൻസിനെയും ഹ്യൂമൻ വേൾഡിനെയും വിട്ടുപോകാനായിട്ട് കഴിയില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ഇവറ്റകൾ കഴിഞ്ഞുകൂടുക. അതുമാത്രമല്ല ഇവരെല്ലാവരും ഒരു ഡെമി ഹോളോ തന്നെയാണ്. സാധാരണ ഹ്യൂമൻസിൽ നിന്ന് സ്പിരിറ്റ് വേർപെടുമ്പോൾ ആ ചെയിൻ ബ്രേക്ക് ആവും. പക്ഷെ ഇവരുടെ ബോഡിയിൽ നിന്ന് അത്തരത്തിൽ ചെയിൻ ബ്രേക്ക് ആവില്ല. അതാണ് മറ്റു സോളുകളിൽ നിന്ന് ഇവറ്റകളെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു സ്പിരിറ്റ് അത് ഈ ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനവിടെ വിട്ടുവരാൻ കഴിയാത്തത്. അടുത്ത നിമിഷം അവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അത് കണ്ണിമ വെട്ടാതെ നമ്മുടെ ഹീറോയും റുഖയും അവർ രണ്ടുപേരും നോക്കി നിൽക്കും. അടുത്ത നിമിഷം ആ ഹോളോ ഹണ്ടർ ഖനോജി ആളാണെങ്കിൽ ഇപ്പൊ ഡെമി സോളിനെ നശിപ്പിക്കാനായിട്ട് സ്റ്റിക്ക് കയ്യിലെടുക്കും. ആൾ ആ സ്റ്റിക്ക് ആണെങ്കിൽ ആ സോളിന്റെ ബോഡിയിൽ ഒരു ഹോളിലേക്ക് കുത്തി കയറ്റും. വേദനയിൽ ആ സോള് നിലവിളിക്കും. അത് കണ്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ആവേശത്തിൽ കൈയടിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് നോക്കി നിൽക്കാനാവില്ല. അത് പൂർണ്ണമായിട്ടും ഒരു ഹോളോ ആയിട്ടില്ല. ഒരു സോളിനെ ഇത്തരത്തിൽ ചെയ്യുന്നത് എനിക്ക് നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പൊ സ്റ്റേജിലേക്ക് കയറാൻ തയ്യാറാവും. അത് കണ്ട സെക്യൂരിറ്റീസ് ഹീറോയെ പിടിച്ചു വെക്കുകയാണ്. അടുത്ത നിമിഷം ആ സോള് അതാണെങ്കിൽ ഒരു ഹോളോ ആയി മാറുകയാണ്. ഉടനെ ഷോപ്പ് ഓണർ ആണെങ്കിൽ ആളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഹീറോയെ ആ സോൾ റീപ്പർ ഫോമിലേക്ക് അവനെ ചേഞ്ച് ചെയ്യും. അടുത്ത നിമിഷം ഹീറോ അവൻ ആ ഹോളോയെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കും. ഹീറോ ആണെങ്കിൽ ചാടി വന്ന് ആ കനോജിയെ അവനെ തള്ളി മാറ്റുകയാണ്. അടുത്ത സെക്കൻഡ് കനോജി ഹീറോയോട് ചോദിക്കും, നീ ആരാ? എന്റെ മരിച്ചുപോയ ഫാനാണോ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കും. അടുത്ത നിമിഷം ആ ജിബാക്കോ സ്പിരിറ്റ് അതാണെങ്കിൽ അങ്ങനെ ഡിസപ്പിയർ ആവുകയാണ്. ഖനോജി ആണെങ്കിൽ അത് കണ്ട് വിളിച്ചു പറയും, ഹോളോ സോളിനെ സെൻസ് ചെയ്യാൻ കഴിയാണ്. അവളാണെങ്കിൽ ഹീറോയുടെ മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിക്കും. ഹീറോയും
ആ ഷോ ഹോസ്റ്ററും അവർ രണ്ടുപേരും മുകളിലേക്ക് നോക്കും. ആ ഒരു സ്പിരിറ്റ് അത് പൂർണ്ണമായിട്ടും ഒരു ഹോളോ ആയിട്ട് തീർന്നിരിക്കുകയാണ്. അത് കണ്ട ആ ഷോ ഹോസ്റ്റ് ഖനോജി ആള് പറയും ആ സ്പിരിറ്റ് കൂടുതൽ പവർ ആർജിച്ച് ബാക്കിയുള്ള സ്പിരിറ്റുകളുടെ എല്ലാം തന്നെ നേതാവായി മാറിയിരിക്കുകയാണ്. ആ ഷോ ഹോസ്റ്റ് ആൾ തീർത്തു പറയും ആ സോളിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ബാക്കിയുള്ള സോളുകളെ കീഴ്പ്പെടുത്തുക എന്നതാണ്. ഇനി ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആള് ഹീറോയെ തള്ളി മാറ്റി ആ ഹോളോയുടെ അടുത്തേക്ക് പോകും. പക്ഷെ ഒരുപാട് പവർ ഒക്കെ സംഭരിച്ച ആ ഒരു ഹോളോ അതാണെങ്കിൽ ആളെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യാണ്. ഉടനെ ഹീറോ ആ ഷോ ഹോസ്റ്റിനെ തട്ടി മാറ്റി ഇപ്പൊ അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ആ ഹോസ്റ്റിനോട് പറയും ഇവിടുന്ന് മാറി നിൽക്കേണ്ടത് നിങ്ങളാണ്, ഇതുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞാനിതിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഹീറോ പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ ആളും അവിടെ നിന്ന് മാറാൻ തയ്യാറാവാതെ ഹീറോയുടെ കൂടെ നിന്ന് കട്ട ഫൈറ്റ്. ആ ഷോ ഹോസ്റ്റ് ഖനോജിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റും. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ ആളെ പിടിച്ചു മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ ഗ്യാപ്പില് ആ ഹോളോ അത് അവിടുന്ന് മുൻപിലേക്ക് കുതിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ റുഖിയാണെങ്കിൽ ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരാൻ തയ്യാറാവും. അത് കണ്ട ആ ഷോപ്പ് ഓണർ ആളാണെങ്കിൽ അവളെ തടഞ്ഞ് അവളോട് പറയും നീ ഇപ്പൊ കഷ്ടപ്പെട്ട് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, അവൻ നമ്മുടെ ഇച്ചിഗോ, അവൻ പവർഫുൾ ആണ്, അവൻ തീർച്ചയായിട്ടും അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. ഇവിടെ ഹീറോ ആണെങ്കിൽ ആ ഹോസ്റ്റുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അതിന് ആ ഹോസ്റ്റ് പറയും എന്നെ ഇവിടെ വിട്ട് നീ ആ ഹോളോയെ ഫോളോ ചെയ്യേ. അത് കേട്ട് ഹീറോ ആ ഹോസ്റ്റിനെ തൂക്കി എറിയും. ഉടനെ ആ ഹോസ്റ്റ് ആണെങ്കിൽ ഹീറോയോട് പറയും നിനക്കൊരു കാര്യം അറിയോ, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഞാനൊരു സൂപ്പർ ഹീറോ ആണ്. സോ ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല, ഞാൻ തന്നെ ആ ഹോളോയെ കീഴ്പ്പെടുത്തുന്നു പറഞ്ഞ് ആളാണെങ്കിൽ ഹീറോയെ തട്ടിത്തെറിപ്പിച്ച് ആ ഹോളോയ്ക്ക് പിന്നാലെ പോവും. അതിന് ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ചു വെച്ച് പറയും ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, അത് ഹൈ എനർജി സ്പിരിറ്റ് ആണ്, അത് തീർച്ചയായിട്ടും നമ്മളെ തേടി ഇവിടേക്ക് മടങ്ങി വരും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ, അതിന്റെ പിന്നാലെ പോയി വലിയ അപകടത്തില് ഒരു കാരണവശാലും നീ ചെന്ന് വീഴാനായിട്ട് പാടില്ല, അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. ആ ഷോ ഹോസ്റ്റ് ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഇച്ചിഗോയുടെ കഴിവും പവറും ഒബ്സർവേഷനും എന്താണെന്ന് ആളപ്പ തിരിച്ചറിയും. ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ കാര്യം നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ മനസ്സിലാക്കി വിവേകത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാണെന്ന് അവൻ അങ്ങനെ ചിന്തിക്കും. ആ സമയം ആ ഹോളോ അത് അവർക്ക് നേരെ വരും. ഹീറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശാൻ ശ്രമിക്കും. പക്ഷെ അവർ നിൽക്കുന്നത് ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. ഹീറോയെ കൊണ്ട് കറക്റ്റ് ആയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അടുത്ത നിമിഷം ആ ഹോലോ അതൊരു പ്രത്യേക ലിക്വിഡ് ഹീറോയുടെ കയ്യിലേക്ക് തെറിപ്പിച്ച് ഹീറോയെ തൂക്കിയെടുത്ത് ആ റൂഫ് ടോപ്പിലേക്ക് പോകും. അതിനുശേഷം അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് നിൽക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് അതുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ആ സമയം വീണ്ടും ആ ഹോസ്റ്റ് അവിടേക്ക് വരികയാണ്. ഹീറോ ആണെങ്കിൽ നിലവിളിച്ച് പറയും പ്ലീസ് ദയവ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോ, ആ ഹോളോയ്ക്ക് നല്ല പവറാണ്. അതിന് ഷോ ഹോസ്റ്റ് ഖനോജി ആളാണെങ്കിൽ ടെൻഷനായിട്ട് പറയും നിനക്ക് എന്റെ പവറിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ, എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആളുടെ കയ്യിലുള്ള സ്റ്റിക്കുമായിട്ട് ആ ഹോളോയ്ക്ക് നേരെ തിരിയും. അതേസമയം ഹീറോ ആണെങ്കിൽ ആളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ആ ഹോളോ അതാണെങ്കിൽ വീണ്ടും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഹീറോയെ ലോക്ക് ചെയ്യും. അതിനുശേഷം ഖനോജി ആണെങ്കിൽ അതുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഖനോജിക്ക് മനസ്സിലാവും ആളെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനാവില്ല എന്ന്. ഖനോജി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തിരിപ്പിച്ച് ഒരു പവർ ഹീറോയ്ക്ക് നേരെ അയക്കുകയാണ്. ആ പവർ വന്ന് ഹീറോയുടെ ദേഹത്ത് ഹിറ്റ് ചെയ്ത് അവനെ ലോക്ക് ചെയ്തിരുന്ന ആ ഒരു ജെല്ല് ഇതങ്ങനെ പതിയെ മെൽറ്റായി ഹീറോ ഫ്രീ ആവും. അതിനുശേഷം ഹീറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്തു കൊണ്ടുവന്ന് അങ്ങനെ ഫ്ലൈ ചെയ്ത് അതിന്റെ തലയിൽ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു ഹോളോ നശിച്ച് അതിനുള്ളിലെ സ്പിരിറ്റ് അതിപ്പോ അങ്ങനെ എക്സ്ട്രാക്റ്റ് ആയി പുറത്തേക്ക് വരും. ഖനോജിക്ക് ആണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. ഞാനാണ് ആ സ്പിരിറ്റിനെ ട്രിഗർ ചെയ്ത് ഹോളോ ആക്കി മാറ്റിയത്. അതിന് ഹീറോ ആണെങ്കിൽ ഖനോജിയോട് പറയും തെറ്റ് ആർക്കും പറ്റാം, ഇപ്പോ നിന്നെ കാത്ത് ഒരുപാട് ജനങ്ങള് താഴെ വെയിറ്റ് ചെയ്യാണ്. അത് കേട്ട് ഖനോജി ആണെങ്കിൽ ആളുടെ സ്ഥിരം ആക്ഷനൊക്കെ കാണിച്ച് മിഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയും. അത് കേട്ട് ജനങ്ങളും ആരവം മുഴക്കുകയാണ്. ഖനോജി ഹീറോയ്ക്ക് കൈകൊടുത്ത് താങ്ക് യു വെരി മച്ച്, എനിക്കിനിയും നിന്റെ സഹായം അതാവശ്യം ഉണ്ടാകും എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.